നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. 30 लाख करोड़ रुपए का लॉस होता है. किसका लॉस होता है? रिटेल इन्वेस्टर्स का लॉस होता है. तो ये जो आप देख रहे हैं हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है. മോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഓഹരി വിപണിയിൽ കുംഭകോണം നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി. ജൂൺ 1 വ്യാജ എക്സിറ്റ് പോളുകൾ ഇതിന്റെ ഭാഗം. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ. പ്രധാന വകുപ്പുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP. ഘടകകക്ഷികളുമായി ചർച്ച തുടരുന്നു. സ്പീക്കർ സ്ഥാനത്തിൽ ഉറച്ച TDP. റെയിൽവേ വേണമെന്ന വാശിയിൽ JDU. സത്യപ്രതിജ്ഞ ഞായറാഴ്ചയെന്ന് സൂചന. മോദി മന്ത്രിസഭയിൽ കേരളത്തിനും പ്രതീക്ഷ. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായേക്കും. നേതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുമെന്ന് നിയുക്ത MP. രാജീവ് ചന്ദ്രശേഖരനും സാധ്യത. പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിന് മേൽ സമ്മർദ്ദം. KC വേണുഗോപാലിനും മനീഷ് തിവാരിക്കും സാധ്യത. NDAയിലേക്കെന്ന വാർത്ത തള്ളി ഉദ്ധവ് താക്കറെ. ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. K സുധാകരൻ വീട്ടിലെത്തി. കൂടിക്കാഴ്ച തുടരുന്നു. വയനാട് സീറ്റ് നൽകി പരിഹരിക്കാൻ ശ്രമം. മുരളിക്ക് താൽപര്യം സംസ്ഥാന രാഷ്ട്രീയം. മുരളി ഏത് സ്ഥാനത്തിനും യോഗ്യനെന്ന് K സുധാകരൻ. രാജ്യസഭാ സീറ്റിൽ നിലപാട് മയപ്പെടുത്താതെ കേരള കോൺഗ്രസ്. 2 MPമാരുമായി LDFിലെത്തിയ പാർട്ടിയല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് ജോബ് മൈക്കിൾ. സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് CPI. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. നവജാത ശിശു മരിച്ചത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടെന്ന് പരാതി. കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിക്ക് ഇന്ന് അവസാന രാജ്യാന്തര മത്സരം. കുവൈറ്റിനെതിരായ യോഗ്യതാ മത്സരം രാത്രി 7-ന്. വിടവാങ്ങൽ പോരാട്ടം കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. BJPക്കും വ്യാജ എക്സിറ്റ് പോളുകൾ നടത്തിയവർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് മറയാക്കി ഓഹരി കുംഭകോണം നടത്തി. ജൂൺ 4-ന് ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് ഉപദേശം നൽകുന്നതിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എന്തു കാര്യമെന്നും രാഹുൽ ചോദിച്ചു. ഇത് സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. 30 लाख करोड़ रुपए का लॉस होता है. किसका लॉस होता है? रिटेल इन्वेस्टर्स का लॉस होता है. तो ये जो आप देख रहे हैं हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है. और इसके बारे में हम कुछ सवाल पूछना चाहते हैं. पहला सवाल, why did PM and HM give specific investment advice to the 5 crore families investing in the stock market? Is it their job to give investment advice? Second, why both interviews were given to the same media house owned by the same business group which is also under SEBI investigation for manipulating stock market? Third, what is the connection between the BJP, the fake exit pollsters and the dubious foreign investors who invested one day before the exit polls were announced and made a huge profit at the cost of 5 crore families? TJ സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, വർദ്ധിത വീര്യത്തോടെ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുകയാണ്. അതും ഗൗരവതരമായ ചില വിവരങ്ങൾ മുന്നോട്ട് വെച്ച്. കോടികളുടെ സ്കാം എന്ന് പറയുമ്പോൾ ഇത് അതീവ ഗൗരവമായി തന്നെ കാണേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് സമാനമായ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയർന്നിട്ടില്ല എന്നതാണ് പശ്ചാത്തലം. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതും അതാണ്. കാരണം വ്യാജ എക്സിറ്റ് പോളുകൾ നിർമ്മിച്ചു. വ്യാജ എക്സിറ്റ് പോളുകൾ സർക്കാർ സഹായത്തോടെ നിർമ്മിച്ചു.
ആ തരത്തിൽ മാധ്യമങ്ങളെ സ്വാധീനിച്ച് വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്ന വിവരമുണ്ടായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. ഇതിൻ്റെ മറവിൽ നടന്നത് ഓഹരി കുംഭകോണമായിരുന്നു എന്നതാണ് ഉന്നയിക്കുന്ന ആരോപണം. 30 ലക്ഷം കോടിയുടെ വൻ തട്ടിപ്പ് നടന്നു എന്നതാണ് പ്രതിപക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം. അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം ഇങ്ങനെയാണ്: സർക്കാരിന് തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു വിവരമുണ്ടായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് പുതിയ സർക്കാർ വീണ്ടും വരുന്നു, വലിയ നേട്ടമുണ്ടാകും എന്ന ഒരു നിലപാട് പരസ്യമാക്കുന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നു. ഇതോടുകൂടി ഓഹരിയിലേക്ക് വലിയ തരത്തിലുള്ള നിക്ഷേപം വരുന്നു. ചെറുകിട നിക്ഷേപകർ വ്യാപകമായി പണം നിക്ഷേപിക്കുന്നു. എന്നാൽ പിന്നീട് ഫലം വന്നപ്പോൾ ജൂൺ 4 വന്നപ്പോൾ സംഭവിച്ചത് ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. ഫലത്തിൽ സംഭവിച്ചത് വൻകിട കമ്പനികൾക്ക് വലിയ നേട്ടമുണ്ടാവുകയും ചെറുകിട നിക്ഷേപകർക്ക് വലിയ പണം നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് സാഹചര്യം. 30 ലക്ഷം കോടിയുടെ വലിയ നഷ്ടം, കുംഭകോണമാണ് ഇതിൽ നടന്നതെന്നാണ് ഇതിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആക്ഷേപം. സ്വാഭാവികമായും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇതിൻ്റെ പശ്ചാത്തലം ആ തരത്തിലാണ്. മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി ഇത് ഉന്നയിക്കപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതൃത്വത്തിലേക്കുള്ള ദേശീയ മുഖമായുള്ള പ്രതിപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവായുള്ള ഒരു രംഗപ്രവേശനം ഇത്തരമൊരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു എന്നത് രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ കൃത്യമായ സൂചനകളുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ഒപ്പം BJP നേതൃത്വമൊക്കെ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ പോകുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ ധനമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കൂ എന്ന് നിക്ഷേപകർക്ക് പറഞ്ഞെങ്കിൽ അത് നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെയും ഒത്തുകളിയുടെയും ഭാഗമാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ശരി, TG സയ്യിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ ഡൽഹിയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ സജീവമാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ BJP നേതൃത്വവും ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ചകൾ തുടരുകയുമാണ്. വലിപ്പ വ്യത്യാസമില്ലാതെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. മുതിർന്ന നേതാക്കളായ അമിത് ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവരാണ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TDP, JDU എന്നീ അംഗബലം കൂടിയ പാർട്ടികൾ മാത്രമല്ല, 2 അംഗങ്ങൾ മാത്രമുള്ള ദേവഗൌഡയുടെ JDSഉം ഒരംഗം മാത്രമുള്ള അജിത് പവാറിന്റെ NCPയും പ്രധാന വകുപ്പുകളും ക്യാബിനറ്റ് പദവിയുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടെ അഗ്നിവീർ പദ്ധതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് JDUവും രംഗത്തെത്തി. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഇത് ഇപ്പോൾ ഞായറാഴ്ച എന്ന നിലയിലാണ് സത്യപ്രതിജ്ഞ ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നു. ഈ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഇങ്ങനെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുന്നണി സർക്കാർ ഉണ്ടാകുമ്പോൾ അവിടെ ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുക എന്നത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. ഇത്തരം സർക്കാരുകൾക്കെല്ലാം തന്നെ, മുന്നണി സർക്കാരുകൾക്കെല്ലാം തന്നെ പാർട്ടികളുടെ എണ്ണം അനുസരിച്ച് മാത്രമല്ല, ചെറുകിട പാർട്ടികൾക്ക് സ്വാഭാവികമായും അവർ കൂടിയ വിഹിതം, മെച്ചപ്പെട്ട വകുപ്പുകളും കൂടുതൽ മന്ത്രിസ്ഥാനവും ഒക്കെ ചോദിക്കും. അതിന് അവസാനം ഈ പാർട്ടികളുമായി ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ് സാധാരണ. ഇതിൽ അത്തരം ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെയൊക്കെ 2 മന്ത്രിസഭയിലും, 1ാം മോദി മന്ത്രിസഭയിലും 2ാം മോദി മന്ത്രിസഭയിലും ഒന്നും ഇത്തരം ഒരു ബുദ്ധിമുട്ട് മോദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചോ മുന്നിലില്ലായിരുന്നു. BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJP ഘടകകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും BJP പറയുന്നതനുസരിച്ച് നിൽക്കേണ്ട ഒരു ബാധ്യത ഘടകകക്ഷികൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടി മാത്രമേ നരേന്ദ്രമോദിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ. അതും ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾ എന്ന് പറയുന്നത് നിതീഷ് കുമാർ നയിക്കുന്ന JDUവും TDP ചന്ദ്രബാബു നായിഡു നയിക്കുന്ന TDPയുമാണ്. ചന്ദ്രബാബു നായിഡുമായാലും നിതീഷ് കുമാർ ആയാലും എത്രയോ വർഷങ്ങളായി ഇത്തരം മുന്നണി രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇടപെടുകയും ബാർഗൈനിങ് പവറൊക്കെയുള്ള ഏത് തരത്തിൽ ഇടപെടണം, ഏത് തരത്തിലേക്ക് ഇതിനെ സ്വാധീനിക്കണം എന്നൊക്കെ ശേഷിയുള്ള 2 നേതാക്കൾ കൂടിയാണ്. സ്വാഭാവികമായും അവർ കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. BJPയുടെ നിലവിലെ നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ചുള്ള നിലപാട് പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ, വിദേശകാര്യ വകുപ്പ്, ധനവകുപ്പ്, ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ്, ഈ 4 വകുപ്പുകൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. അതിൽ ചർച്ച വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളായ റെയിൽവേ, കൃഷി, ഉപരിതല ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലും വിട്ടുതരാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. എന്നാൽ ഈ നേതാക്കളെല്ലാവരും പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരം വകുപ്പുകൾ കൂടി ഞങ്ങൾക്ക് വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ സ്റ്റീലും അടക്കമുള്ള, റെയിൽവേയും അടക്കമുള്ള ചില വകുപ്പുകളൊക്കെ നൽകാമെന്നുള്ള ചില ചർച്ചകളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട്. റെയിൽവേ വകുപ്പാണ് പ്രധാനമായും
JDS ചോദിക്കുന്നത്. JDSും RJDയും ബീഹാറിൽ നിന്നുള്ള രണ്ടുപേരും നിതീഷ് കുമാർ ആയാലും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് ആയാലും നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പാണ്. സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ്. എന്നാൽ ഗ്രാമവികസന വകുപ്പ് നൽകാമെന്നുള്ള ഒരു ഓഫറാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ഈ പറയുന്നത് പോലെ JDSും RJDയും ഒക്കെ UPAയുടെയും പഴയ NDAയുടെയും ഒക്കെ കാലത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ബീഹാറിന്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വകുപ്പ് കൂടിയാണ്. അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റീൽ വകുപ്പും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. TDPയുടെ വിഷയത്തിലാണെങ്കിൽ TDP പ്രധാനപ്പെട്ട വകുപ്പുകൾക്കപ്പുറത്തേക്ക് സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിൽ തന്ത്രപരമായ ഒരു നീക്കം കൂടി കാണുന്നുണ്ട്. JDSനെ പോലെയല്ല TDPയെ ഭാവിയിൽ BJP പിളർത്താനുള്ള സാധ്യത ചന്ദ്രബാബു നായിഡു മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം BJP നടത്തിയാൽ അതിനെ തടയണമെങ്കിൽ, തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണമെങ്കിൽ സ്പീക്കർ സ്ഥാനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു മെച്ചപ്പെട്ട ക്യാബിനറ്റ് വകുപ്പ് കിട്ടുന്നതിനേക്കാൾ തന്ത്രപരമായ സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അതിന് ചന്ദ്രബാബു നായിഡു പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ TMC ബാലയോഗി അടക്കം TDPക്ക് സ്പീക്കർ സ്ഥാനം ഉണ്ടായിരുന്നതാണ്. ആ ഒരു പതിവ് ഇപ്പോഴും ആവർത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ രണ്ട് പാർട്ടികളുമായി ചർച്ച നടത്തി ഒരു ധാരണയിലെത്തിയ ശേഷം മാത്രമാവും ഈ 2 സീറ്റുള്ള JDS ആയാലും 1 സീറ്റുള്ള അജിത് പവാർ NCP ആയാലും ഒക്കെ ചർച്ച നടത്തുക. ഈ രണ്ട് പാർട്ടികളും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയൊക്കെ ചോദിക്കുന്നുണ്ട്. മറ്റ് BJPയെ സഹായിക്കുന്ന സ്വതന്ത്രർ അടക്കമുള്ളവരും പദവികളും ക്യാബിനറ്റ് പദവികളടക്കം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് പാർട്ടികളുമായി പ്രധാനപ്പെട്ട രണ്ട് പാർട്ടി ഏറ്റവും വലിയ ഘടകകക്ഷിയായ TDPയുമായും രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ JDSുമായും ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കുക. അതിനുശേഷം മറ്റു പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കുക. ഇത്തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. നരേന്ദ്രമോദി ചർച്ചയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമിത്ഷായും JP നദ്ദയും രാജ്നാഥ് സിംഗുമാണ് ഈ നേതാക്കളെ ഓരോരുത്തരെ കണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഘടകകക്ഷികളുടെ വലിയ ആവശ്യങ്ങൾ അത് ഏത് തരത്തിൽ പരിഹരിക്കാമെന്ന ശ്രമത്തിലാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഏതായാലും ഞായറാഴ്ചയോടെയെങ്കിലും സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. ലോക്സഭയിൽ അംഗബലം ഉയർന്ന സാഹചര്യത്തിലാണ് ആവശ്യം. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല. പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും. രാഹുൽ ഗാന്ധി ഏറ്റെടുത്തില്ലെങ്കിൽ KC വേണുഗോപാൽ, മനീഷ് തിവാരി തുടങ്ങിയ പേരുകളും പരിഗണനയ്ക്ക് വന്നേക്കും. കിരൺ തുടരുന്നുണ്ട്. കിരൺ, പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. കാരണം 10 വർഷത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് വീണ്ടും അതിനർഹരായിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ തന്നെ ആയിരിക്കും ആ പദവിയിലേക്ക് വരിക എന്ന ഈ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിക്കാം, അല്ലേ? രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും. ഈ തെരഞ്ഞെടുപ്പ് ഫലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന നേതാവിന് നരേന്ദ്രമോദി നയിക്കുന്ന NDAയും BJPയെയും ഒരു പരിധിയിലപ്പുറം വെല്ലുവിളിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ വിജയത്തോളം എത്തുന്ന ഒരു പരാജയത്തിൽ ആ മുന്നണി എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി ഈ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വർദ്ധിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്കോ മുന്നണിയിലേക്കോ പോകുന്നതിന് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ഉന്നയിച്ചിരുന്ന തടസ്സം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തവണയും ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നത് ഔദ്യോഗികമായി പ്രതിപക്ഷത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള അംഗസംഖ്യ കോൺഗ്രസിനില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിന് രാജ്യസഭയുടെ 10-1 അംഗങ്ങളിൽ കൂടുതലുണ്ട്. 99 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. പൂർണ്ണ അധികാരത്തോടു കൂടി തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കാം. അങ്ങനെ ഒരു അവസരം കൈവരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നേരിട്ട് പോരാടാൻ കഴിയുന്ന, മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അവിടെ രാഹുൽ ഗാന്ധി തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇന്ത്യ മുന്നണിയിൽ നിന്നും എല്ലാം ഉയരുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും ഇന്ത്യ മുന്നണിയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല എന്നത് ആ വിഷയത്തിൽ ഒരു ഐക്യമുണ്ട്, ഉള്ളിൽ ഐക്യമുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അവിടെയാണ് ചില നേതാക്കൾക്കെങ്കിലും ചില ആശങ്കയുള്ളത്. രാഹുൽ ഗാന്ധി ഒന്നാം UPA സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം UPA സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി പദമടക്കം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. മന്ത്രിയാവണം, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എടുക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിനുള്ളിൽ പലതവണ ഉയർന്നതാണ്. അപ്പോഴെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആവുകയും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം നിരന്തരം ഉയർന്നപ്പോഴും അതിനും അദ്ദേഹം തയ്യാറായില്ല. ഈ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിനോട് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വിപ്രവൃത്തി ഇപ്പോഴും ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കൾക്കിടയിലും എല്ലാം ഉണ്ട്. പക്ഷേ അവരെല്ലാം ഉറപ്പിച്ചു പറയുന്നതെന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പദവി ഏറ്റെടുക്കണം. രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നില്ല എന്നൊരു തീരുമാനം വന്നാൽ മാത്രമേ മറ്റ് ഏതെങ്കിലും പേരുകളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ.
അതാണ് സാഹചര്യം. ഏതായാലും പ്രതിപക്ഷത്തും ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഏതായാലും വർദ്ധിത വീര്യത്തോടെ മോദിയെ നേരിടുന്ന ഒരു പ്രതിപക്ഷ നിരയെ വരുന്ന 5 വർഷം നമുക്ക് കാണാം. ചരിത്ര വിജയത്തിലൂടെ ലോക്സഭയിലെത്തുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ക്യാബിനറ്റ് പദവിയോടെയുള്ള മന്ത്രിസ്ഥാനമാണ് പരിഗണനയിൽ. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടുവെങ്കിലും രാജീവ് ചന്ദ്രശേഖറിനും മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യതയുണ്ട്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ മന്ത്രിയാകാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തനിക്ക് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ തന്റെ 2 നേതാക്കൾ പറഞ്ഞാൽ അത് നിരസിക്കാനാകില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം, അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക്. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം. അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിനുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും. സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം, ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം സ്വീകരിക്കണം എന്ന് അവർ പറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി എത്തിയപ്പോഴെല്ലാം സുരേഷ് ഗോപി ജയിച്ചു പോരുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിനുണ്ടാകും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി 2 തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഒപ്പം 3.25 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി അവിടെ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത്. ആദ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന മേഖലകളെല്ലാം. ആ കാലങ്ങളിലും അദ്ദേഹം സിനിമ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും തൃശ്ശൂരിലെത്തുകയും ജനകീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ടുകൂടിയായിരിക്കണം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിച്ചത്. ഇതുകൂടെ BJP നേതൃത്വം കണക്കുകൂട്ടും. ഒപ്പം തന്നെ കഴിഞ്ഞ ഇത്തവണ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. അതിനായി അദ്ദേഹം പലവട്ടം തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ നിരവധി തവണ സന്ദർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഈ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എങ്കിൽ കൂടിയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും വിജയിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു സുപ്രധാന പദവി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ കേരളത്തിലേക്ക് ഒരു മികച്ച കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ ഡൽഹിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരത്തിലേക്ക് എത്തുക. സ്വാഭാവികമായും സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയാകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം K. സുധാകരൻ മാധ്യമങ്ങളെ കാണും. എന്താണാവോ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് കാര്യങ്ങൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പൊതുരംഗം വിടുകയാണെന്നൊക്കെയാണ് K. മുരളീധരൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ പശ്ചാത്തലത്തിലാണോ താങ്കൾ അദ്ദേഹത്തെ കാണാൻ വന്നത്? അങ്ങനെ എന്തെങ്കിലും? അതിന്റെ ഒരു ബാധ്യതയല്ലേ കോൺഗ്രസിന്റെ ഇത്രയും സീനിയറായ ഒരു നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തെ അനുനയിപ്പിക്കുക, അതെന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത്. ആ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിയാ? അത് വരുത്തിക്കും നമ്മൾ, അതിൽ തർക്കമൊന്നും വേണ്ട. ഓഫറൊന്നുമില്ല, അങ്ങനത്തെ ഓഫറും ചൂഫറൊന്നും വിളിച്ചു നിങ്ങളുടെയൊക്കെ പറയില്ല. എന്ത് പറഞ്ഞാലും കഴുത്ത് വെട്ടിയാലും പറയില്ല. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട്.
ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഐ ആം ഫുള്ളി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്. മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും. അത് പാർട്ടി തീരുമാനിക്കും. അത് വരും. അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് പറഞ്ഞില്ലേ, നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നമ്മളൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കും. ഇല്ല, അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു, നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് പോകണം. എന്ത് കൺസേൺസ്? അതായത് ഉണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ. പാർട്ടി ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പം ഒരു തോൽവി ഉണ്ടായതിന്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിന്റെ പുറത്ത് നടപടി ഉണ്ടാകും. അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല, നമ്മൾ ഉത്തരവാദിത്തമല്ലേ. അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു. അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ചെറിയ കാര്യം. ഇപ്പം പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. ഒരു മണ്ഡലം തീരുമാനമായിട്ടില്ല. തീരുമാനമൊക്കെ നിന്ന് കൊടുക്കേണ്ടിയിരുന്നുണ്ടോ എന്നാണ് ആരെ ബലിയാടാക്കാൻ അതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കെ സുധാകരൻ പുറത്തേക്ക് വന്നത്. പക്ഷേ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മുരളീധരന്റെ വിഷമം കേൾക്കേണ്ടതും അത് പരിഹരിക്കേണ്ടതും തൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ എന്താണ് ഈ ഒരു പ്രശ്ന പരിഹാരമായി മുന്നോട്ട് വെച്ചത് എന്ന കാര്യത്തിൽ KPCC അധ്യക്ഷൻ കൃത്യമായ ഒരു ധാരണ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞില്ല. പക്ഷേ അപ്പോഴും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന സൂചനകൾ തന്നെയാണ്. കൃത്യമായി മുരളീധരന്റെ വാക്കുകൾ കേട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരിൽ കേരളം മൊത്തം തൂത്തുവാരിയപ്പോഴും തൃശ്ശൂർ പോലെ സിറ്റിംഗ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി അത് സ്വാഭാവികമായും അന്വേഷിക്കും എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ഇപ്പോഴും കൃത്യമായ ഒരു വിവരം ലഭ്യത കിട്ടുന്നില്ല. എന്തായിരുന്നു സംസാരം? എന്താണ് മുരളീധരൻ വഴങ്ങിയോ? ഇനിയും ചർച്ചകൾ ഉണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ ഒരു ലക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നില്ല. കാരണം ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ വന്ന് അനുനയിപ്പിക്കേണ്ടത് തന്റെ ബാധ്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുകയും ചെയ്യുന്നു. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് തരത്തിലുള്ള അനുനയ നീക്കത്തിനും പാർട്ടി തയ്യാറാണ് എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമാക്കിയാണോ ഈ നീക്കം എന്ന ചോദ്യത്തിന് അക്കാര്യം ഈ സീനിയർ ലീഡർഷിപ്പ് കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് ഈ അനുനയ നീക്കങ്ങൾക്ക് കെ മുരളീധരൻ വഴങ്ങിയോ, അദ്ദേഹം പൊതുരംഗത്തേക്ക് തിരിച്ചു വരുന്ന തീരുമാനം എടുത്തോ എന്നീ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറഞ്ഞില്ല. പൊതുരംഗത്തേക്ക് മടങ്ങി വരും എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് മുരളീധരന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചോ എന്ന് അറിയാൻ കഴിയുന്നില്ല. ഒപ്പം ഇരുവരും തമ്മിൽ സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്ത് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പാർട്ടി തലത്തിലുള്ള ഒരു തീരുമാനമാണ്, പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിലാണ് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടിലേക്ക് തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 5:30 ആ സ്ഥലത്തെത്തിയ അദ്ദേഹം 3/4 മണിക്കൂറോളം മുരളീധരനുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ കെ സുധാകരനെ യാത്ര അയച്ച ശേഷം കെ മുരളീധരൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ആ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മുതൽ അനീഷ് പ്രധാനമായും മാധ്യമപ്രവർത്തകർ മുരളീധരനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ദിവസവും രാവിലെ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാറുള്ള മുരളീധരൻ, വളരെ സൗമ്യമായി നമ്മളോട് ഇടപെടാറുള്ള മുരളീധരൻ പക്ഷേ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ അതൃപ്തി അത്ര വലുതാണ്. എന്തൊക്കെ സംഭവിച്ചു, അത് കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം അദ്ദേഹത്തിന് കാണും. ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിൽ ജോസ് വള്ളൂരിനെതിരെയും TN പ്രതാപനെതിരെയൊക്കെ വലിയ വികാരമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചില തലകൾ ഉരുളാതെ താൻ അടങ്ങില്ല എന്ന നിലപാടുണ്ടോ മുരളീധരന്?
തീർച്ചയായും അത്തരം നിലപാട് കർശനമായി തന്നെ മുരളീധരൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ മുരളീധരന്റെ വീടിന് മുമ്പിൽ എപ്പോൾ എത്തിയാലും മാധ്യമങ്ങളോട് അങ്ങേയറ്റം സൗഹാർദ്ദമായി പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കളിൽ മുൻപന്തിയിലുള്ള ആളാണ് കെ മുരളീധരൻ എന്ന് നമുക്ക് പറയാതെ വയ്യ. പക്ഷേ 2 ദിവസമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു പോലുമില്ല. ഇന്നിപ്പോൾ കെ സുധാകരൻ വന്നുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് ഈ വീടിനുള്ളിലേക്ക് ഇപ്പോൾ കടക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിലുണ്ടായത്. അത് തീർച്ചയായും ഒരു മൗനം പാലിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ആദ്യ ദിവസം തൃശ്ശൂരിൽ നടത്തിയ വൈകാരികമായ വാർത്താ സമ്മേളനത്തിന് ശേഷം ആ വിഷയം കോൺഗ്രസ് പരമാവധി ചർച്ച ചെയ്യട്ടെ, അതിന്റെ പരിഹാര ക്രിയകൾ എന്തൊക്കെ വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ. സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കെ സുധാകരൻ മുരളീധരനെ കണ്ടു, ചില പ്രശ്നപരിഹാര ഫോർമുലകൾ മുന്നോട്ട് വെച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മുരളീധരന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, മുരളീധരന്റെ ഇപ്പോഴത്തെ പിണക്കം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി തുടരുകയും ചെയ്യും. കാരണം അത്ര ഗൗരവത്തോടെ കോൺഗ്രസ് പാർട്ടി കാണുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുഖമാണ് മുരളീധരൻ. തൃശൂരിലെ BJP വിജയം സ്വർണ്ണത്താളത്തിൽ വെച്ച് പിണറായിയും CPM നൽകിയതെന്ന് UDF കൺവീനർ MM ഹസൻ. CPM BJP ഡീൽ തൃശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആലപ്പുഴയിലും സമാന സാഹചര്യമാണ്. BJP മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിൽ എല്ലാം വോട്ട് ചോർച്ച CPM നിന്നാണെന്നും MM ഹസൻ പറഞ്ഞു. കെ മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള ചർച്ചകൾ സാങ്കല്പികം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങൾക്ക് മുന്നിലല്ല സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുന്നത്. കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയില്ലെന്നും സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലെ പരാജയം പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുൻകൂട്ടി ഒരാളെ കുറ്റപ്പെടുത്താനില്ല, അന്വേഷണം നടത്തിയ ശേഷമാണ് ഇക്കാര്യങ്ങൾ പറയേണ്ടതെന്നും സതീശൻ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കാര്യം ആന്ധ്രയിലെ വലിയ വിജയത്തിൽ നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്നാണ്. സമാനമായ നിലപാട് തന്നെയാണ് NCP അജിത് പവാർ വിഭാഗത്തിന് പ്രതികരിച്ച പ്രഫുൽ പട്ടേലും സ്വീകരിച്ചത്. പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, അംഗസംഖ്യയിൽ ചിലപ്പോൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടാകാം, എന്നാൽ ജനപിന്തുണയ്ക്ക് ഒട്ടും ഇടിവ് വന്നിട്ടില്ല എന്ന നിലപാടാണ് പ്രഫുൽ പട്ടേൽ സ്വീകരിച്ചത്. അങ്ങനെ NDA സഖ്യകക്ഷികളിലൊക്കെ പിന്തുണ ഏതായാലും ഇപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് BJPയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് BJP. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഒപ്പം തന്നെ JP നഡ്ഡ, ഈ 3 പേരെയാണ് ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ TDPയും JDU തുടങ്ങിയ കക്ഷികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 3 ക്യാബിനറ്റ് പദവിയോടുകൂടി 3 ക്യാബിനറ്റ് മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യമാണ് ഈ 2 പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. TDP ആകട്ടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയമാണ് പ്രധാനമായും JDU ആവശ്യപ്പെടുന്നത്. നേരത്തെ റെയിൽ മന്ത്രിയായിരുന്നു നിതീഷ് കുമാർ. അതുൾപ്പെടെ ഗ്രാമവികസന മന്ത്രാലയം, ഒപ്പം തന്നെ ജലശക്തി മന്ത്രാലയം തുടങ്ങിയ ആവശ്യങ്ങളും നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. TDP പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ വകുപ്പാണ് പ്രധാനമായും TDP ആവശ്യപ്പെടുന്നത്. ഒപ്പം ട്രാൻസ്പോർട്ട് മന്ത്രാലയം വേണമെന്നൊരു ആവശ്യം കൂടി TDP മുന്നോട്ട് വയ്ക്കുന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇതിനു പുറമെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യവും അങ്ങനെ എന്ത് BJP നൽകുന്നു എന്ന് കാത്തിരിക്കുകയാണ് TDP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാന്യമായ ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ഉണ്ടായില്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാര്യം പോലും പാർട്ടി ആലോചിക്കാം എന്നൊരു നിലപാട് എപ്പോഴേതായാലും പറയുന്നു. ഒരു സമ്മർദ്ദതന്ത്രം അതുകൊണ്ട് തന്നെ TDPയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. LJPയും സമാനമായ രീതിയിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഏക്നാഥ് ഷിൻഡെ വിഭാഗം 2 സഹമന്ത്രിമാർ, ഒരു ക്യാബിനറ്റ് പദവി എന്ന ആവശ്യം കൂടി ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെറു കക്ഷികൾ ഒക്കെ തന്നെ NDAക്ക് മുമ്പാകെ, BJP മുമ്പാകെ ഈ ആവശ്യം ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോമൺ മിനിമം പരിപാടി, പൊതു മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം TDPയും JDUവും മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിനോട് BJP എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് പൊതു മിനിമം പരിപാടി വരുമ്പോൾ അതിൽ BJPയുടെ പ്രഖ്യാപിത നിലപാടുകളൊക്കെ തന്നെ എങ്ങനെ BJP നടപ്പാക്കുമെന്ന ആശങ്ക ഏതായാലും BJP നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് UCC അടക്കമുള്ള വിഷയങ്ങളിൽ ഈ പാർട്ടികളുടെ നിലപാട്, മുസ്ലിം സംവരണം അടക്കമുള്ള വിഷയങ്ങൾ മോദി വലിയ പ്രചാരണ വിഷയമാക്കുമ്പോൾ അതിനോട് അനുകൂല നിലപാടായിരുന്നില്ല TDP പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. നിതീഷ് കുമാറും ഈ വിഷയത്തിൽ സമാനമായ നിലപാട് തന്നെയാണ്. ഒപ്പം ജാതി സെൻസസ് വേണമെന്നൊരു ആവശ്യം
നിതീഷ് കുമാർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതു മിനിമം പരിപാടിയിൽ BJPയുടെ നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാകും. ഏതായാലും ഈ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് ഏതായാലും BJP MP-മാരുടെ യോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. അതിനുശേഷം മറ്റന്നാളാണ് ഏതായാലും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് രാകേഷ്. ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി 2 മണിക്കൂറാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നത്. 21 പാർട്ടികളിൽ നിന്നുമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആരാകും പ്രതിപക്ഷ നേതാവ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകേറി പരിശോധിക്കാൻ CPM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തുമെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ തിരിച്ചടിയുടെ ആഴവും അതുപോലെ തന്നെ അതിന്റെ ആഘാതവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തിരുത്തൽ നടപടികൾക്കാണ് CPM ഒരുങ്ങുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരുത്തി മുന്നോട്ട് പോകുമെന്ന വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലും പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നു. വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടായത്. 84 മുതൽ നോക്കുമ്പോൾ 9 തവണ UDF സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ തോൽവിയുടെ വലിപ്പം അല്ലെങ്കിൽ തോൽവിയുടെ ആഴം കുറച്ചു കാണുന്നില്ല. അത് തിരുത്താൻ നടപടികളുമായി മുന്നോട്ട് പോകും. BJP അക്കൗണ്ട് തുറന്നത് വലിയ ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. അത് ആവർത്തിക്കാതെ നടപടി സ്വീകരിക്കും. പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, അത് എല്ലാ ആഴ്ചയും ചേരുന്ന യോഗമാണ്. ആ യോഗം തോൽവിയുടെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കും, തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അടുത്തയാഴ്ച 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗമാണ് CPM ചേരുന്നത്. 3 ദിവസം സംസ്ഥാന സമിതി, 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന് ഓരോ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ, പരാജയ കാരണങ്ങൾ എല്ലാം പരിശോധിക്കാനാണ് തീരുമാനം. അതിനൊപ്പം ചില മുഖംമിരിക്കൽ നടപടികളും CPM ആലോചിക്കുന്നുണ്ട്. ഏതായാലും മന്ത്രി K രാധാകൃഷ്ണൻ MP ആയതോടുകൂടി ആലത്തൂരിൽ വിജയിച്ചതോടുകൂടി അദ്ദേഹത്തിന് ഈ അടുത്തയാഴ്ച മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. നിയമസഭാംഗത്വവും K രാധാകൃഷ്ണൻ രാജിവെക്കും. അതിനെ തുടർന്ന് ഒരു മന്ത്രി ഏതായാലും CPM പുതിയ ആളെ ഉൾപ്പെടുത്തും. അത് പുതുമുഖമാകണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. OR കേളുവിനെ പോലെ മുതിർന്ന നേതാവിനെ, വയനാട്ടിൽ നിന്നുള്ള നേതാവിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായമുണ്ട്. കാരണം വയനാട്ടിൽ വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുന്നത്. ഏകപക്ഷീയ മത്സരമായി പലപ്പോഴും ലോക്സഭയിലേക്കുള്ള മത്സരം ഏകപക്ഷീയമായി മാറുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കുറച്ചുകൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കേളുവിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായമുള്ളവർ നേതൃനിരയിൽ തന്നെ ഉണ്ട്. KM സച്ചിൻ ദേവിനെയും അരുൺകുമാറിനെ പോലുള്ള യുവ MLA-മാരെ ആരെങ്കിലും ഈ വകുപ്പിലേക്ക് K രാധാകൃഷ്ണൻ പകരക്കാരനെ കൊണ്ടുവരണമെന്ന ചർച്ചകളും നടക്കുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് അന്തിമ തീരുമാനമുണ്ടാവുക അടുത്തയാഴ്ച ചേരുന്ന വിശാല നേതൃയോഗത്തിലാകും. നാളെ തോൽവിയുടെ പ്രാഥമിക കാരണങ്ങളൊക്കെ CPM ചർച്ച ചെയ്യും. VV അരുണാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടതുപക്ഷത്തിന് ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ല. BJPക്ക് ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയത് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്നും EP പറഞ്ഞു. കേരളത്തിൽ ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ല. ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലുണ്ടായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇവിടെ UDFന് സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമാണ്. ഇനിയും കൂടുതൽ ബഹുജന പിന്തുണ നേടിക്കൊണ്ട് അടിത്തറ വികസിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകും. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പെശകുകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ ഗവൺമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കാനുള്ള ജനകീയമായ ചിന്തയാണ്. ആ ചിന്തയിൽ അത് എളുപ്പത്തിൽ ആർക്ക് സാധിക്കും എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിയപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടായി. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് M. കോട്ടയം മണ്ഡലത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലപാട് കടുപ്പിച്ചത്. CPIയും രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ കടുത്ത നിലപാടെടുത്തോടെ CPM നേതൃത്വമാണ് പ്രതിസന്ധിയിലായത്. CPM വിട്ടുവീഴ്ച ചെയ്താൽ പ്രതിസന്ധിയിൽ അയവുണ്ടാകുമെന്നതാണ് നിലവിലെ സാഹചര്യം. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 3 ഒഴിവുകൾ ജൂലൈ 1-നാണ് നിലവിൽ വരുന്നത്. ആ ഒഴിവുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇന്നതിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. 13 വരെ പത്രിക സമർപ്പിക്കാം.
ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ നിയമസഭയിലെ കക്ഷിയനുസരിച്ച് 2 പേർക്കാണ് അതിൽ ജയിക്കാനാകുന്നത്. ഒരെണ്ണം UDF-നും ജയിക്കാനാകും. ആ 2 സീറ്റുകളിലേക്ക് ഇപ്പോൾ CPM സ്വാഭാവികമായും അവർ ഒരു സീറ്റ് എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ബാക്കിയുള്ള ഒരു സീറ്റിലേക്കാണ് CPI, കേരള കോൺഗ്രസ്, RJD, NCP കക്ഷികൾ അവകാശവാദവുമായി രംഗത്തുള്ളത്. ഇതിൽ തന്നെ കേരള കോൺഗ്രസ് ഒരു തരത്തിലും ഈ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടില്ല, വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുകയാണ്. കാരണം മുന്നണിയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി, അപ്പോൾ എത്ര സീറ്റ് മറ്റ് പദവികളൊക്കെ അതേപടി തുടരാമെന്ന ഉറപ്പ് CPM നൽകിയതാണെന്ന് കേരള കോൺഗ്രസ് അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് ലോക്സഭയിലേക്ക് സ്വാഭാവികമായും മത്സരിച്ച് വിജയിക്കാൻ കോട്ടയത്ത് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് അവരുടെ ചെയർമാൻ ജോസ് കെ മാണി ആണിപ്പോൾ നിലവിലെ MP, അത് ഒഴിവരുമ്പോൾ രാജ്യസഭാ സീറ്റ് പോലും നഷ്ടപ്പെട്ടാൽ അവർക്ക് ലോക്സഭയിൽ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ വരും. അത്തരമൊരു സാഹചര്യം അനുവദിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി പോലുള്ള CPM-ന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. പ്രതിസന്ധി അവിടെയാണ് CPM-ന് മുന്നിൽ രൂക്ഷമാകുന്നത്. CPI-യും അതേ നിലപാട് CPM-ന് അറിയിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് ഒരു സീറ്റ് അവകാശപ്പെട്ടതാണ്. തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, ദേശീയ സെക്രട്ടറി കൂടിയായ വിനോയ് വിശ്വത്തിന് ഒഴിവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ഒന്നുകിൽ CPM അല്ലെങ്കിൽ കേരള കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യട്ടെ നിലപാടാണ് CPI-ക്കുള്ളത്. RJD-യും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത MLA-മാരുള്ള ഏക പാർട്ടിയാണ് ഇടതുമുന്നണിക്കുള്ളിൽ RJD. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സീറ്റ് വേണമെന്ന ആവശ്യം അവരും ശക്തമായി ഉന്നയിക്കുന്നു. NCP ആവശ്യമുണ്ടെങ്കിൽ അവർ ആ കടുത്ത നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ പോകാനിടയില്ല. ഏതായാലും CPM-ൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. എങ്ങനെ CPI-യെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യമാണ് CPM നേതൃത്വത്തിന് മുന്നിലുള്ളത്. അനുനയത്തിന് 2 പേരും തയ്യാറല്ല. അങ്ങനെയെങ്കിൽ CPM വിട്ടുവീഴ്ച തയ്യാറാകുമോ എന്നാണ് വരും ദിവസങ്ങൾ അറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഈ ഒരു പ്രതിസന്ധി കൂടി CPM-നെ മുന്നിൽ വലിയ ഒരു ഭീഷണിയായി വളർന്നു വരികയാണ്. VV അരുണാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് EP ജയരാജൻ. എല്ലാവരുമായും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. മന്ത്രിസഭാ പുനഃസംഘടന വലിയ പ്രശ്നമല്ലെന്നും പുതിയൊരു മന്ത്രി വരുമെന്നും EP പറഞ്ഞു. ആവശ്യപ്പെടുന്നതിലും ചോദിക്കുന്നതിലും ഒന്നും ഒരു തെറ്റുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ, സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതുവഴി സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ പാർട്ടികളും പരിശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടക പാർട്ടികൾക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാം. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു പൊതുവായിട്ടുള്ള തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കും. ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഇതൊക്കെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ UDF-ന് 18 സീറ്റ് കിട്ടിയത്, എങ്ങനെയാണ് കേരളത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അവർക്ക് ചില മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവായൊരു അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ഞങ്ങളത് കൂടുതൽ പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് പരിശോധിച്ച് കുറവുകളുണ്ടെങ്കിൽ തിരുത്താൻ സ്വാഭാവികമായും അദ്ദേഹം പാർലമെന്റിലേക്ക് പോയാൽ ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ വരെന്താ ഇവിടെ പ്രശ്നം? ഒരു മന്ത്രിയെ വരും, അതിന് പകരം ഒരു മന്ത്രി വരും. രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയുള്ളതാണെന്ന് PMA സലാം. ഇത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നത് സാങ്കല്പിക മാത്രമാണ്. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിദേശത്തു നിന്നും എത്തിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. രാജ്യസഭയിലേക്ക് പുതുമുഖമാകും. എന്നാൽ പരിഗണിക്കുന്നത് യുവാക്കളെ ആണോ എന്ന് പറയാനാകില്ലെന്നും PMA സലാം പറഞ്ഞു. രാജ്യസഭ മുസ്ലിം ലീഗിന് നിശ്ചയിച്ചു വെച്ചതാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഏതാനും ദിവസങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കും. അതാരായിരുന്നാലും പാർട്ടി ഏറ്റെടുക്കും. പുതുമുഖങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആള് അതായത് യുവാവാണെന്നല്ല. അല്ല, പുതുമുഖം എന്ന് പറഞ്ഞാൽ യുവാവല്ലല്ലോ. ഈ പാർലമെന്ററി രംഗത്ത് ഇതുവരെ എത്താത്ത ആളുകളൊക്കെ പുതുമുഖങ്ങളാണ്. ആർത്ഥത്തിലായിരിക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എന്റെ. സമസ്തയുടെ പേരിൽ ചിലരാണ് മുസ്ലിം ലീഗിനെതിരെ പ്രചാരണം നടത്തിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അവർക്കുള്ള മറുപടി ജനം നൽകിക്കഴിഞ്ഞു. അത്തരം വിമർശനം പാർട്ടിക്കെതിരെ നടത്തിയാൽ ഇനിയും മറുപടി പറയുക തന്നെ ചെയ്യുമെന്നും PMA സലാം വ്യക്തമാക്കി. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു തർക്കമില്ല, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ശക്തമായി ദൃഢമായി ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമസ്തയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്തു. അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി
സമസ്ത എന്ന പേര് വ്യാപകമായി അവർ ഉപയോഗിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇവർ സമസ്തയല്ല, ഇത് രാഷ്ട്രീയമാണ്. സമസ്ത ഒരിക്കലും രാഷ്ട്രീയ രംഗത്തിറങ്ങി സമസ്തയിലുള്ളവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ സമസ്ത എന്ന സംഘടന ഒരു മതസംഘടനയും, സമസ്ത മാത്രമല്ല കേരളത്തിലെ ഒരു മതസംഘടനയും സജീവമായ രാഷ്ട്രീയ രംഗത്തിറങ്ങുകയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ ചില ആളുകൾ സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്തു. BDJSനെ NDAയിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് PC ജോർജ്. കോട്ടയം മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രകടനം മോശമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജോർജിന്റെ പ്രതികരണം. അനിൽ ആന്റണിക്കെതിരെയും കടുത്ത വിമർശനമാണ് PC ജോർജ് ഉയർത്തിയത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്നും ഇത്തരം സ്ഥാനാർത്ഥികളെ കൊണ്ട് വിജയിച്ചു കയറാൻ കഴിയില്ലെന്നും PC ന്യൂസ് 18നോട് പറഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് BDJSനെതിരെ കടുത്ത വിമർശനവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നത്. കോട്ടയത്തടക്കം കിട്ടിയ വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PC ജോർജിന്റെ വിമർശനം. BDJSനെ മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്ന കടുത്ത നിലപാട് പോലും എടുത്തു. SNDP യോഗവുമായി നല്ല ബന്ധമുണ്ടാക്കണം, അതിനപ്പുറത്തേക്ക് BDJSനെ കൊണ്ട് BJPക്ക് യാതൊരു ഗുണവുമില്ല എന്നാണ് PC ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. തുഷാറല്ല കഴിഞ്ഞവിടെ നിന്നിപ്പോൾ കോട്ടയത്ത് കിട്ടിയ സീറ്റില്ലേ, ആ വോട്ട് എത്രയാ? ആ വോട്ടിനൊക്കെ ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. 10,000 വോട്ട്. അപ്പോൾ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ 10,000 വോട്ടാണ് SNDPയുടെ എന്ന് പറഞ്ഞ് നാണം വേണ്ടേ? എന്തിനായി NDAയുടെ ഘടകകക്ഷിയാന്ന് പറയുന്നത്? അതായത് ഈഴവരുടെ മാർപ്പാപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്ന് സ്ഥാനാർത്ഥി എത്ര കോടി രൂപ അടിച്ചു പൊളിച്ചു, എന്നിട്ട് എവിടെ പോയി? എന്നെ കേട്ടിട്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് മിണ്ടുന്നില്ല. അയക്കിടക്ക് എതികേടുന്നല്ല. അയാൾ NDAയുടെ നേതാവാന്ന് വേണം കേട്ട് ആകപ്പാടെ അയക്ക് SNDP കിട്ടിയ വോട്ട് 10,000. 5 ലക്ഷം വോട്ടുണ്ട്, 4.5 ലക്ഷം ഈഴ വോട്ടുള്ളത് ഈ ഗതികേട്. ഈ BDJSനെ മുന്നണിയിൽ നിന്നേ കളയണമെന്ന് എൻ്റെ അഭിപ്രായം. പച്ചയ്ക്ക് ഞാൻ പറയുക, വല്ല കാര്യമുണ്ട്? എന്തിനീ BDJS മനുഷ്യൻ വല്ലതും ഉണ്ടോ? SNDPയായിട്ട് നല്ല ബന്ധപ്പെടം ഉണ്ടാക്കണം. SNDP ഈഴവ സമുദായം നല്ല ശക്തമാണ് കേരളത്തിൽ. ആ സമുദായമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് BJP പോകണം. അതിലൂടെ അല്ല BDJS പറഞ്ഞ ഒരു കുറുക്കനും കിട്ടുകയില്ല. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും PC ജോർജ് തന്റെ വിലയിരുത്തൽ നടത്തുന്നു. അനിൽ ആന്റണിയെ പെട്ടെന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന വിശേഷണം അദ്ദേഹം നൽകുകയാണ്. അനിൽ ആന്റണി നല്ലൊരു ആളായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പ്രസംഗിക്കാനടക്കം പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പൂഞ്ഞാറിലടക്കം വിവിധ പഞ്ചായത്തുകളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ K സുരേന്ദ്രനോ PS ശ്രീധരൻപിള്ളയോ ആയിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ജയിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പത്തനംതിട്ട താഴെ പോയി സമ്മതിച്ചു. ഞാൻ ഉദാഹരണം ചെയ്യുന്ന പൂഞ്ഞാർ MLA എന്നതിലും ഞാൻ ജോലി ചെയ്യുന്ന തെറനാട് പഞ്ചായത്ത് ഈ അനിലാണ് 2ാം സ്ഥാനത്ത്. അവിടെ കണ്ടിട്ടുള്ള ജനവിൽ എന്നിട്ട് 2ാം സ്ഥാനത്ത് വരുത്തി. പൂഞ്ഞാർ 1ാം സ്ഥാനത്ത്, നമ്മൾ പൂഞ്ഞാർ തെക്കക്കര 2ാം സ്ഥാനത്താണ്, തീക്കോയി 2ാം സ്ഥാനത്താണ്. ആ നിലയിലേക്ക് ഈ മേഖല ഉയർത്താൻ നമുക്ക് പറ്റി. പക്ഷേ മുണ്ടക്കൈ ഉൾപ്പെടെ ആ മേഖല മുഴുവൻ തകർന്നു പോയി. കാരണം സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമില്ല. ഈ അനിൽ ആന്റണി നല്ലൊരു ചെറുപ്പക്കാരനാണ്, അറിവുള്ളവനാണ്, വിവരമുള്ളവനാണ്. പക്ഷേ അനിലിനെപ്പറ്റി ജനങ്ങൾക്കറിയില്ല, കേരളമായിട്ടൊരു ബന്ധമില്ല. മുകളിൽ നിന്നിങ്ങനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നാണ് പേരുദോഷം വന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഒരു മനുഷ്യനും അറിയില്ല, മലയാളം നല്ലോണം പ്രസംഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ നിന്ന് സുരേന്ദ്രൻ തന്നെ അങ്ങ് നിന്ന് ജയിച്ചതിനെ ഇത്തവണ. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് SNDPയുമായും ഒപ്പം തന്നെ BDJSുമായുള്ള തന്റെ ഒരു അകലം അത് വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും കുറച്ചുകൂടി തുറന്നു പറയുകയാണ് PC ജോർജ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ കോട്ടയത്തടക്കം BDJS ഉണ്ടായിരിക്കുന്ന ഒരു വോട്ട് ചോർച്ച കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കിട്ടിയ വോട്ടുകൾ കിട്ടാതിരുന്നത് BJP നേതൃത്വത്തെയും ഫലത്തിൽ പ്രാദേശികമായും ഞെട്ടിച്ചിട്ടുണ്ട്. BJP വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ ബൂത്ത് കണക്കുകൾ ചൂണ്ടിക്കാട്ടി എടുത്തു പറയുന്നത്. പക്ഷേ BDJS പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയില്ല. 45,000-ഓളം വോട്ടുകൾ വൈക്കത്തടക്കം കിട്ടുമെന്നായിരുന്നു BDJS നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ BJP അറിയിച്ചിരുന്നത്. പക്ഷേ ആകെ കിട്ടിയത് 25,000-ഓളം വോട്ടുകൾ മാത്രമാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുകയാണ്. BJP വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഇത് വളരെ കുറഞ്ഞുപോയി എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫലത്തിൽ PC ജോർജിന്റെ ഒരു വിമർശനത്തെ തള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് BDJS നേതൃത്വവും എടുക്കുന്ന നിലപാടുകളും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. BJP നേതൃത്വവും BDJSന്റെ വോട്ടുകൾ എവിടെ പോയി എന്ന ചർച്ചയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പ്രത്യേകിച്ച് ചാലക്കുടിയിലടക്കം BDJS 4ാം സ്ഥാനത്ത് പോയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഈ തിരിച്ചടി ചാലക്കുടിയിലടക്കം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇക്കാര്യത്തിൽ BJP എടുക്കുന്ന തുടർ നടപടികൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ കളത്തിലിറക്കും? VT ബൽറാം മത്സരിക്കാനുള്ള സാധ്യത കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നു. ഷാഫി പറമ്പലിന്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടവും ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസ് തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. അതേസമയം BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ, പത്മജ വേണുഗോപാൽ ഇങ്ങനെ നിരവധി പേരുകളും ചർച്ചയിലുണ്ട്. ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും കോൺഗ്രസിന് ചിന്തിക്കാനാവില്ല. വരും ദിവസങ്ങളിൽ മുന്നണികളിൽ പ്രധാന ചർച്ചയാവുന്നത് പാലക്കാട് തന്നെയായിരിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും മുന്നണികളിൽ ഉണ്ടാവുക. ഇതിൽ യു ഡി എഫിൽ പ്രധാനമായും VT ബൽറാമിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും എല്ലാം തന്നെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വരിക. എന്തായാലും അതിൻ്റെ ഒരു സാധ്യത എന്തായാലും വരും ദിവസങ്ങളിൽ അത് പരിശോധിക്കും. UDF അത് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. മറ്റൊന്ന് BJP ആണ്. BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. പ്രധാനമായും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ പത്മജിയുടെ പേരും കൂടി ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. LDFൽ M സ്വരാജിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. ഇനി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ ആളുകളെ കൂടുതൽ ഒരു ക്രൗഡ് പുള്ളറായ ഒരു സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് LDFും നോക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരാളെ തന്നെ നിർത്തുക എന്നുള്ളതായിരിക്കും ഈ പാർട്ടികൾ, ഈ മുന്നണികളെല്ലാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം ഷാഫി ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും കഴിഞ്ഞ 2 തവണയും പാലക്കാട് വിജയഗാഥ രചിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതിൽ പ്രധാനമായും CPMന്റെ വോട്ടുകളും BJPയിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളും എല്ലാം തന്നെ ഷാഫിക്ക് അന്ന് ലഭിച്ചതാണ്. പ്രധാനമായി കൽപ്പാത്തിയിലെ ഒരു ബ്രാഹ്മൺസിന്റെ ബെൽറ്റിൽ നിന്ന് അവിടെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് ശേഷം വരുന്ന ആൾക്ക് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും UDF പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഷാഫിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഷാഫിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. ഒപ്പം തന്നെ VT ബൽറാമിന്റെ ആ ഒരു സെലിബ്രിറ്റി പരിവേഷം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി എന്തായാലും UDFനും കോൺഗ്രസിനുമുണ്ട്. പക്ഷേ തൃത്താല തൽക്കാലം വിട്ടുവരാൻ VT ബൽറാമിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. LDFന് കഴിഞ്ഞ തവണ അത്രയൊന്നും ആരും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല പ്രമോദ്. കാരണം പ്രമോദിന് അധികം അത്രത്തോളം പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളുമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ BJPയിൽ പത്മജ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിലെ പോലും വോട്ടുകൾ മറിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവുമെന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഇവിടെ പാലക്കാട്ടുകാരനാണ്, ഒറ്റപ്പാലത്ത് താമസമാക്കിയ ആളാണ്. അയാൾ കൃത്യമായി തന്നെ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ശോഭാ സുരേന്ദ്രനും ഉണ്ണി മുകുന്ദന്റെയും പേരുകൾക്ക് സജീവമായി തന്നെ പരിഗണനയിൽ ഇപ്പോഴും BJPയുടെ പരിഗണനയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം പ്രധാനമായും ഈ പഞ്ചായത്ത്, അതായത് 3 പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റി തന്നെയാണ് പ്രധാനം. നഗരത്തിൽ BJPക്ക് വലിയ സ്വാധീനമാണുള്ളത്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. പിന്നെയുള്ളത് കണ്ണാടി പഞ്ചായത്താണ്. കണ്ണാടി പഞ്ചായത്തിൽ മാത്രമാണ് LDF ഭരിക്കുന്നത്. പിരായിരിയിലും മാത്തൂരിലും ഈ 2 പഞ്ചായത്തുകൾ UDFന്റെ കയ്യിലാണ്. പ്രത്യേകിച്ച് പിരായിരി, ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വിജയസാധ്യതയുണ്ട് എന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് കൂടെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ അടുത്ത 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ BJPക്കാകട്ടെ വ്യക്തമായ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയതുപോലെ ആയിരിക്കില്ല ഇനിയൊരു സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പിടിയിലൊതുക്കാൻ കഴിയും എന്ന് BJP വിശ്വസിക്കുന്നു. എന്നാൽ 2 വിഭാഗത്തിന് അപ്പുറത്തേക്ക് LDFന് കുറച്ചുകൂടെ മികച്ച സ്ഥാനാർത്ഥിയും ജനപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ മണ്ഡലം ഈസിയായി കിട്ടും. ആ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിരിക്കില്ല അപ്പോഴെന്നും CPMും കരുതുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ ചർച്ചകൾ തന്നെ ഉണ്ടാവും. അതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി, എങ്ങനെയായിരിക്കും മത്സരം എന്നുള്ളത് സംബന്ധിച്ച് ഇനി 6 മാസക്കാലം അതിന്റെ ചർച്ചകൾ സജീവമായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമനത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ച് വാഹനമോടിച്ചതിനോ അമിതവേഗത്തിൽ വാഹനമോടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പ് സർക്കുലർ ഇറക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പാലിക്കാതെ വർഷത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവറായി നിയോഗിക്കരുതെന്ന് പുതുക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ ഉത്തരവ്. ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒരു വർഷ കാലയളവിനുള്ളിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ അല്ലെങ്കിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനോ നടപടി നേരിട്ടവരാവരുത്. അത്തരക്കാരെ ഈ വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെ സിഗ്നൽ ലംഘിച്ചവർ, സീബ്ര ലൈൻ, അതോടൊപ്പം തന്നെ മറ്റ് ഗതാഗത ലംഘനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒരു വർഷത്തിൽ 2 തവണ ആവർത്തിച്ചവർ, അത്തരക്കാരെയും സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടികളുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, വിലാസം, ഫോൺ നമ്പർ, കുട്ടി പഠിക്കുന്ന സ്കൂൾ, കുട്ടി ഇറങ്ങേണ്ട സ്ഥലം, ഇതെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി ലാമിനേറ്റ് ചെയ്ത ഒരു നോട്ടീസ് സ്കൂൾ വാഹനങ്ങൾക്കുള്ളിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഡ്രൈവർമാരുടെ ഡ്രസ് കോഡിനെ കുറിച്ചും ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വെള്ള നിറത്തിലെ ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ധരിക്കേണ്ടത്. പബ്ലിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കാക്കി വസ്ത്രമാണ് ധരിക്കേണ്ടത്. 50 കിലോമീറ്റർ ആയിരിക്കണം സ്കൂൾ വാഹനങ്ങളുടെ പരമാവധി വേഗം. സ്പീഡ് ഗവർണർ ഉറപ്പായും സ്കൂൾ വാഹനങ്ങളിൽ ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇൻസ്പെക്ടർമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ദിവസം 250 പേർക്ക് ടെസ്റ്റിന് അവസരം നൽകണമെന്നാണെങ്കിൽ ഹൈക്കോടതി പറയട്ടെ. കോടതി പറയുന്നത് പോലെ ചെയ്യാം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. നവജാത ശിശു മരിച്ചത് പ്രസവ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടെന്നാണ് പരാതി. വണ്ടാനം സ്വദേശി മനുവിന്റെയും സൗമ്യയുടെയും 7 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് സംബന്ധിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി നവജാത ശിശു മരണമടഞ്ഞത്. കഴിഞ്ഞ 28-ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയ സൗമ്യയുടെ 7 ദിവസം പ്രായമായ കുട്ടിയാണ് മരിച്ചത്. 28-ന് അഡ്മിറ്റായ സൗമ്യ 29-ന് പ്രസവ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിച്ചു. തുടർന്ന് ആശുപത്രിയിൽ ലേബർ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറ്റിയെങ്കിലും അവിടെ വേണ്ടത്ര ചികിത്സയോ പരിഗണനയോ ലഭ്യമായില്ല എന്ന് സൗമ്യ പറയുന്നുണ്ട്. 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അന്ന് നേരത്തെ ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത്. ഇത് കണ്ട ഇങ്ങനെയാ പോണത്, ഇങ്ങനെയാ പോകുന്നത്. അവര് കണ്ടെങ്കിൽ പറയാൻ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളത് പറയാം. ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോണത്. അപ്പോഴാണ് അവര് PV ചെയ്ത് നോക്കിയത്. എന്നിട്ടും പറഞ്ഞു ബ്ലീഡിങ് അല്ല ഇത് മൂത്രത്തിൽ പഴുപ്പിന്റെ ഗുളിക വെച്ചിട്ട് അഴുക്കാ പോണേന്ന് പറഞ്ഞു. നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിന്റെയാണ് ഡോക്ടറെ, എന്തിന്റെയാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ പിടിക്കാനൊന്നും പറ്റത്തില്ല. അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഡോക്ടറെ ഇത് എന്തിന്റെ വേദനയാണ്, ഗ്യാസിന്റെ വേദനയാണോ, പോയിക്കട എന്ന് പറഞ്ഞു. ഒട്ടും സഹിക്കാൻ വേദന ഞാൻ അങ്ങോട്ടേന്ന് പറയാം. എനിക്ക് വേദന കൊണ്ട് പോയി എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അവരൊന്നും നോക്കിയത്. പ്രസവവേദന അനുഭവപ്പെട്ട് താൻ ബുദ്ധിമുട്ടുമ്പോഴും ഡോക്ടർമാരോട് പറഞ്ഞിട്ട് അതവർ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് സൗമ്യ പറയുന്നത്. തുടർന്ന് സൗമ്യയ്ക്ക് ആ റൂമിൽ വെച്ച് തന്നെ ഫ്ലൂയിഡ് ലീക്കായി അവിടെ വെച്ച് തന്നെ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ രക്തം വാർന്നു പോകുന്നത് ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും അവർ അത് പരിഗണിച്ചില്ല. മറിച്ച് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിക്കുകയായിരുന്നു എന്നുള്ളതാണ് സൗമ്യ പറഞ്ഞത്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിക്ക് ഇന്ന് അവസാന രാജ്യാന്തര മത്സരം. രാത്രി 7-ന് കുവൈറ്റിനെതിരെയാണ് യോഗ്യതാ മത്സരം. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് വിടവാങ്ങൽ പോരാട്ടത്തിന് വേദിയാകുന്നത്. 19 വർഷത്തെ അന്താരാഷ്ട്ര കരിയറിനാണ് ഈ മത്സരത്തോടെ വിരാമം കുറിക്കുന്നത്. 39-കാരനായ ഛേത്രി കഴിഞ്ഞ മെയ് 16-ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഛേത്രിയുടെ അവസാന പരിശീലനം കാണാൻ നിരവധി ആരാധകരാണ് സെന്റർ ഓഫ് എക്സലൻസിലെത്തിയത്. ഞങ്ങൾക്ക് നിങ്ങളെ മിസ് ചെയ്യും എന്ന വാചകമുയർത്തിയാണ് കാണികൾ ഛേത്രിയെ അഭിവാദ്യം ചെയ്തത്. 2005-ൽ ദേശീയ ടീമിനായി ആദ്യമായി മത്സരിച്ച ഛേത്രി 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകൾ നേടിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ട്രേഡ് കൗൺസിലിന്റെ 33 രാജ്യങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ICL ഫിൻകോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാറിനെ ആദരിച്ചു. KG അനിൽകുമാറിന് ലഭിച്ച അംഗീകാരം ഇരിങ്ങാലക്കുടയ്ക്കാകെ അഭിമാനമെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ചെയർമാൻ പൊന്നാട അണിയിച്ചു.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715, പവന് 53,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5600, പവന് 44,800. വെള്ളി 97 ഗ്രാമിന് 97,000 കിലോഗ്രാമിന്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.